പത്തനംതിട്ട ചിറ്റാറിലെ യുവാവിന്റെ ദുരൂഹ മരണത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച സന്ദീപിന് അടുപ്പമുണ്ടായിരുന്ന യുവതിയുടെ ബന്ധുക്കളെയാണ് ചിറ്റാർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് നായാട്ട് സംഘം ഉപയോഗിക്കുന്ന നാടൻ തോക്കടക്കമുള്ള ആയുധങ്ങളും പോലീസ് കണ്ടെത്തി. സന്ദീപ് മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് അച്ഛൻ സദാനന്ദൻ ആരോപിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സന്ദീപ് അവശനിലയിൽ സമീപത്തെ കുഴിയിൽ കിടക്കുന്നതായി നാട്ടുകാർ അറിയിക്കുന്നത്. വീട്ടുകാരെത്തി കുഴിയിൽ നിന്നും സന്ദീപിനെ പുറത്തെടുത്തു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നതായി സന്ദീപിന്റെ അച്ഛൻ സദാനന്ദൻ പറയുന്നു. ആശുപത്രിയിൽ എത്തിച്ച ശേഷം പുറത്ത് കമ്പിവടിയോ മറ്റോ കൊണ്ട് അടിച്ച പാടുകളും ശ്രദ്ധയിൽപ്പെട്ടു. സന്ദീപിനെ കണ്ടെത്തിയ കുഴിയുടെ സമീപത്തു നിന്നും 2 പേർ പോകുന്നതായി നാട്ടുകാർ പറയുന്നു. മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന സംശയത്തിലേക്ക് കുടുംബമെത്താൻ ഇതാണ് കാരണമായത്. നേരത്തെ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ പറഞ്ഞിട്ടുണ്ട്, അവനെ ഫോണിൽ കൂടെ ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് തരും ഇതിൻ്റെ കുറ്റെന്നൊക്കെ പറഞ്ഞ് എന്നോടല്ല പറഞ്ഞു, അവനതൊന്നും പറയല്ലേ. അങ്ങനെ ഇവനോട് ഭയങ്കര അവരുടെ മോളെയല്ലയോ, മോളെ ജീവിതമല്ലയോ തകർത്ത്. അതാണ് മുഖത്തൊക്കെ പാടുണ്ട്, നെറ്റിക്കൊക്കെ നല്ല പാടാണ്, നെറ്റിയുടെ ഇവിടെ ഈ ഇടത്തെ മുലയുടെ താഴെയൊക്കെ പാടുണ്ട്. പ്രദേശവാസിയായ മറ്റൊരു യുവതിയുമായി സന്ദീപ് അടുപ്പത്തിലായിരുന്നു. ഈ യുവതി ഇന്നലെ വിഷം കഴിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതറിഞ്ഞാണ് സന്ദീപ് രാത്രി 7 മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയ സന്ദീപിനെ അച്ഛനും ബന്ധുക്കളും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് സന്ദീപിന്റെ കുടുംബത്തിന്റെ ആരോപണം. സംശയമൊന്നുമില്ല, ഒറ്റ ഒരാളേ ഉള്ളൂ, ഡീസന്റ് കൃഷ്ണൻകുട്ടി, എട്ടംതോടുകാരൻ. മകളുമായിട്ടുള്ള അടുപ്പമുള്ള കാര്യങ്ങളൊന്നുമില്ല. പുള്ളി എന്താണ് ഈ സംഭവം ചെയ്തത് നമുക്കറിയത്തില്ല. ആദ്യം ഒരു ട്രിപ്പ് വന്ന് ഞാൻ പറഞ്ഞു വിട്ടതാണ് പുള്ളി ദിവസങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് പിന്നെ വന്നിട്ട് കാണിച്ചു വെച്ചത്. പുള്ളി നടന്നു പോകുന്ന കണ്ടവരുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ചെയ്യാൻ വേണ്ടി വേറെ ആരുമില്ല. സംഭവത്തിൽ ഇന്നലെ രാത്രിയോടെ യുവതിയുടെ അച്ഛൻ ഉൾപ്പെടെ 3 പേരെ ചിറ്റാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്ദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവരെ പ്രതി ചേർത്തിട്ടില്ല. സന്ദീപിന്റെ പോസ്റ്റ്മോർട്ടം വിവരം ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. ഇതിനിടെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ വാഹനത്തിൽ നിന്നും ആയുധങ്ങൾ പോലീസ് പിടികൂടി. നായാട്ടിനുപയോഗിക്കുന്ന നാടൻ തോക്ക് ഉൾപ്പെടെയുള്ളവയാണ് കണ്ടെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 പേർക്കുമെതിരെ ആയുധ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. നിലവിൽ സ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. സന്ദീപിന്റെ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ മേൽനോട്ടത്തിൽ നടക്കും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.